ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വളരെ സിമ്പിളും ഡെലീഷ്യസും ആയിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അറേബ്യൻ മാംഗോ പുഡിങ്ങിൻ്റെ സെയിം ടേസ്റ്റിലുള്ള ഒരു മാംഗോ പുഡിങ്ങാണിത്. ഇത് ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. ഈ മാംഗോ സീസണിൽ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ പുഡിങ്ങിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നന്നായി പഴുത്ത 2 മീഡിയം സൈസ് മാമ്പഴം ഞാനിവിടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത ശേഷം നമുക്കിതൊരു പാനിലേക്കിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് മധുരത്തിന് ആവശ്യമായ കണ്ടൻസ് മിൽക്കോ പഞ്ചസാരയോ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം മാറ്റി വയ്ക്കാം. മറ്റൊരു പാനിലേക്ക് ഞാനൊരു 500 ml പാല് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയോ കണ്ടൻസ് മിൽക്കോ ചേർത്ത് കൊടുക്കാം. ഞാൻ കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂണോളം കണ്ടൻസ് മിൽക്കാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. മധുരമൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പുഡിങ്ങൊക്കെ നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കുന്നത് കൊണ്ട് തന്നെ അല്പം മധുരം കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ സമയം തന്നെ 2 ടേബിൾ സ്പൂണോളം പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ കട്ട കെട്ടാതെ മിക്സ് ചെയ്ത് ഞാനിവിടെ എടുത്ത് വച്ചിട്ടുണ്ട്. പാല് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഫ്ലെയിം ഒന്ന് മീഡിയം ടു ലോ ആക്കിയതിന് ശേഷം ഈ കസ്റ്റേർഡ് മിക്സ് ഇതിലേക്ക് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇത് കട്ട കെട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൈയെടുക്കാതെ തന്നെ പെട്ടെന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ കുറച്ച് നേരം കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പുഡിംഗ് ട്രേയിലേക്ക് ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ മാംഗോയുടെ മിക്സ് ഒന്ന് നിരത്തി കൊടുക്കാം. ഇത് ലെയറായിട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ മാംഗോയുടെ മിക്സ് വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ബ്രെഡ് എടുക്കാം. ഞാനൊരു 8 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ 4 അരികും കട്ട് ചെയ്തതിന് ശേഷം ആവശ്യമുള്ളത് പുഡിംഗ് ട്രേയിലേക്ക് നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ബ്രെഡിന് മുകളിലായി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കസ്റ്റേർഡ് മിൽക്ക് മിക്സാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതും അത് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് മാംഗോ മിക്സ് കൂടി അല്പാൽപ്പമായിട്ട് ചേർത്ത് കൊടുക്കാം. പുഡിംഗ് ട്രേയിൽ സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇഷ്ടാനുസരണം തന്നെ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഈ മാംഗോ മിക്സിന് മുകളിലായിട്ട് ഒരു ലെയർ കൂടി ബ്രെഡ് നിരത്തി കൊടുക്കുന്നുണ്ട്. ഇതിന് മുകളിലായി നേരത്തെ തയ്യാറാക്കിയ പോലെ തന്നെ കസ്റ്റേർഡ് മിൽക്ക് മിക്സാണ് ഒഴിച്ചിട്ടുള്ളത്. ഇത് ഒന്ന് നന്നായിട്ടൊന്ന് നിരത്തി കൊടുത്തതിന് ശേഷം മാംഗോ മിക്സ് തന്നെ ഒന്നുകൂടെ ഒന്ന് നിരത്തി കൊടുക്കാം. പുഡിംഗ് ഇപ്പോൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടോപ്പിംഗ് ചെയ്താൽ മതിയാവും. ടോപ്പിംഗൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് അല്പം കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം തന്നെ ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാംഗോസോ നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ ഒക്കെ വെച്ച് വേണമെങ്കിൽ നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ അതൊന്നും എടുത്തിട്ടില്ല. സാധാരണ മാംഗോ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് ഡിസൈനിങ്ങിനെ ജസ്റ്റ് സ്പൂൺ വെച്ചൊന്ന് അരച്ചു കൊടുക്കുന്നേ ഉള്ളൂ. അറേബ്യൻ പുഡിങ്ങിൻ്റെ ടേസ്റ്റിൽ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള മാംഗോ ബ്രെഡ് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സിമ്പിളും വെറൈറ്റീസുമായിട്ടുള്ള റെസിപ്പീസിനായി എൻ്റെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കൂ കേട്ടോ. 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച ശേഷം ഇതിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പുഡിങ് നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. പുഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1/2 മണിക്കൂറോളം പുഡിങ് സെറ്റാക്കിയതിന് ശേഷം ഫ്രീസറിൽ വെച്ചിട്ട് എടുത്താലും മതിയാവും. ആവിയിലൊന്നും പുഴുങ്ങിയെടുക്കാതെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഈ ഒരു പുഡിങ് അറേബ്യൻ പുഡിങ്ങിൻ്റെ അതേ ടേസ്റ്റിലുള്ള മാംഗോ ബ്രെഡ് പുഡിങ് ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.